ഗുഡ് മോർണിംഗ് ഗായ്സ്. നമ്മൾ നേരെ ഇപ്പോൾ നാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് പോവുക. പക്ഷേ വയ ബാംഗ്ലൂർ ഇതിനെല്ലാം അമ്മേനെല്ലാം കണ്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്ത് നാളെ രാവിലെ ബാംഗ്ലൂരിൽ നിന്ന് ബോംബെയിലേക്ക് പോകും. ഇന്നലെ രാത്രി നല്ല മഴ പെയ്തിരുന്നു. ഇന്നലെ രാത്രി തോന്നുന്നല്ല, ഇങ്ങനെ ഉറങ്ങിയില്ലേ. നമ്മളൊരു 12 മണി മുതൽ 12:30 വരെ നമ്മൾ ഉണ്ട് മഴ കണ്ടിരുന്നു. നല്ല ഇടിയും മിന്നലും കാറ്റും മഴയും. 12:30 ആകുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോയി. പക്ഷെ മഴ നിന്നിട്ടൊന്നുമില്ല. നമുക്ക് നേരെ ഇതുവഴി പോവാം. മായ ബൈപ്പാസ് ഒക്കെ ചെയ്തിട്ട് ചുങ്കത്തുനിന്ന് ഇറങ്ങും. എന്നിട്ട് നേരെ മട്ടന്നൂർ പോകാറ്. ഇല്ല, കൂട്ടുപറമ്പ് ഇരുട്ടി, മട്ടന്നൂർ ഇരുട്ടി വഴി. നേരെ കൂട്ടുപുഴ വഴി. ആ റോഡ് കുറച്ച് മോശം തോന്നുന്നു. ഇരുട്ടി കഴിഞ്ഞിട്ട് ആ കയറ്റം ചുരം കഴിയുന്ന വഴിയില്ല, അത് കുറച്ച് മോശമെന്ന് പറയാൻ പറ്റിയിട്ടുണ്ട്. ബാക്കി ഈ മഴ കഴിയാണ്ടെന്ന് ഒരു ശരിയാക്കൊന്നുമില്ല. ഇവിടെ എല്ലാം സ്ട്രീറ്റ് ലൈറ്റ് ഫിറ്റാക്കുന്നുണ്ട് കേട്ടോ. കംപ്ലീറ്റ് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ വന്നിരുന്നു ഓഫീസിൽ പോയിട്ട്. ഇതിപ്പോൾ ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ട് കൊടുത്തു. മൊട്ടങ്ങാട് മുതൽ അയ്യൂർ ചുങ്കല്ല ഇറങ്ങുന്നു. അപ്പൊ അങ്ങനത്തെ പണി ചാലുവായി. ഇവിടുന്ന് അങ്ങനും ചാലുവായി, ഇവിടുന്നും ചാലുവായി. കണ്ട് ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഇപ്പാടെ മാത്രമല്ലേ ഇല്ല, നമ്മളെ എന്താ പറയാ ടോളിൻ്റെ അടുത്ത് മാത്രം കുറച്ച് സ്ട്രീറ്റ് ലൈറ്റ് ആയിരുന്നു. ഫുള്ള് കോൺട്രാക്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആ പള്ളൂരൊരു സിഗ്നൽ ഇല്ല, ഇവിടുന്ന് പോയിട്ട് ആ ഒരു സിഗ്നലായില്ലേ ആക്സിഡന്റ് അതോ വർക്ക് തന്നെ ഫ്ലൈ ഓവർ ഇതിന്റെ വർക്ക് ചെയ്താലായി. മായ ബൈപ്പാസിന്റെ ടോള് നമ്മള് ഇറങ്ങിയിട്ട് അങ്ങനല്ല, ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മള് റിട്ടേൺ പിന്നെയും ഇന്നലെ അവിടെ ഇറങ്ങാൻ പറ്റും. ചുങ്കത്ത് അല്ലെ ചുങ്ക അങ്ങോട്ടാ. അല്ലാതെ ഇതിപ്പോ നേരെ കുട്ടിമാക്കൂലല്ലേ പോവാ. കുട്ടിമാക്കൂല യൂട്ടേൺ അടിച്ചിട്ട് നേരെ ഇറങ്ങുക. അടുത്ത ഇതിൽ ഇറങ്ങും താഴോട്ട്. അപ്പൊ നേരെ ഇവിടെ എത്തി. ചുങ്കല്ല, മറ്റേ എന്താ പറയാ എരഞ്ഞോളി കഴിഞ്ഞിട്ട് അപ്പുറത്തും. ആടുന്ന് പിന്നെ നേരെ പോവാം. ആടുന്ന് നേരെ പിന്നെ കൂത്തുപറമ്പ്. ഇവിടെ നമ്മൾ നേരെ ഇറങ്ങും താഴോട്ട്. ഇറങ്ങിട്ട് റൈറ്റ് പോയി കൂത്തുപറമ്പ് നേരെ റൈറ്റ് സ്ട്രെയിറ്റ് നമ്മളെ സ്ട്രെയിറ്റ് ആവണം. അങ്ങനെ നമ്മൾ കൂത്തുപറമ്പെത്തി. രാവിലെ 4:47. അപ്പോൾ രാവിലെ തന്നെ ആയതുകൊണ്ട് റോഡെല്ലാം കാലിയാണ്. പക്ഷെ സ്പീഡ് ലിമിറ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ പറപ്പിക്കാനും പറ്റുന്നില്ല. വിഗ്രഹമല്ല അത്, എനിക്ക് തോന്നുന്നു ഇവിടെ എന്തോ ഇതെന്ത് കാഞ്ചി കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തില് ഉത്സവാച്ച. കാഞ്ചി കാമാക്ഷി അമ്മൻ ക്ഷേത്രത്തില് ഉത്സവമായിരിക്കും, അല്ലെങ്കിൽ ദസറന്റെ പരിപാടിന്റെ എടുക്കാത്തതായിരിക്കും. ഒരു സ്ട്രീറ്റ് ലൈറ്റും കത്താത്ത കൂത്തുപറമ്പ് ടൗൺ. ഒറ്റ ലൈറ്റ്, കുറേ സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് അല്ല കൊണ്ട് സ്ട്രേറ്റ് നേരെ പോയാല് എവിടെയാണ് മാനന്തവാടി. നെടുമ്പോയിൽ പോയി മാനന്തവാടി പേരാവുന്നു. നമ്മളിപ്പോ അത് വഴിയല്ലോ. അല്ല, ഇത് നമ്മൾ നേരെ മട്ടന്നൂർ ഇട്ടിട്ട് കുറേ ലൈറ്റ്. എന്തിനാ ഇത്ര ലൈറ്റ് ഒരു ബ്രിഡ്ജ് മേലോട്ടിട്ട്? അങ്ങനെയെങ്കിലും റോഡ് മേലെ കുറച്ച് ലൈറ്റ് കണ്ടില്ലേ. ഒരു ബ്രിഡ്ജ് ടൗണില് ഒരു ലൈറ്റ് പോലും ഇല്ലേ. റൈറ്റ് ഈ വഴിയല്ലേ ശിവപുരം പോയി. പ്രാവശ്യം പോയിട്ടില്ല. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം വന്നെടുത്തു. നമ്മള് മട്ടന്നൂർ ടൗണ്. ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാല് കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട്. 7 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 5-6 കിലോമീറ്റർ ഉണ്ടാവും. കണ്ണൂർ ഇംഗ്ലീഷ് എയർപോർട്ടിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. പക്ഷെങ്കിൽ അതിൻ്റെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് കൊടുത്തിട്ടില്ല.
114 കിലോമീറ്റർ, മൈസൂർ 151, കൂട്ടുപുഴ 25 കിലോമീറ്റർ. നമ്മളങ്ങനെ ഇരിട്ടി ടൗണിലെത്തി. ഇവിടെ ലെഫ്റ്റിലല്ല ഷമ്മീൻ്റെ വീട്. ഷമ്യ ദിലീപേട്ടൻ്റെ വീട് എവിടെയാണ്? ദിലീപേട്ടൻ്റെ വീട് ഇന്ന് ഇനിയും കുറേ പോകാൻ. ഉള്ളിക്കൽ പുതിയ ഹോട്ടലെല്ലാം തുടങ്ങിയിട്ട് M2H. അല്ല ആദ്യത്തെ പണ്ടത്തെ ഹോട്ടലായത്. ഒന്നും ഷോപ്പൊന്നും തുറന്നിട്ടില്ല അവിടുത്തെ. 5:30 ആയിട്ടില്ല. 5:30 എന്ത് ഷോപ്പ് തുറക്കൽ വന്നത്. ലൈറ്റിംഗ് എല്ലാം അടിപൊളിയാണ്. ഇരട്ടിയിൽ കുറച്ച് ലൈറ്റും പ്രകാശമെല്ലാം ഉണ്ട്. വെളിച്ചെല്ലാം ഉണ്ടല്ലോ. എല്ലാം ഉണ്ട്. 5:30 എനിക്ക് ചായ പിടി തുറക്കും. ചെറിയ തട്ടുകട ഒന്നുമില്ല. നോക്കി ഇത്ര സമയത്തൊരു ചായപ്പൊടി അങ്ങ് മട്ടന്നൂർ എത്തുമ്പോ ഉണ്ടായിരുന്നു. പിന്നെ ഒന്നുമില്ല. ഇത് ഇരിട്ടി പാലം, ഇരട്ടിപ്പുഴ പുഴേന്റെ പാലം. പുതിയ ബ്രിഡ്ജ്, മറ്റേ പഴയ ബ്രിഡ്ജ് അപ്പുറമില്ല, ലെഫ്റ്റ് സൈഡില്. അത് യൂസ് ചെയ്യുന്നില്ല തോന്നുന്നു. ഇതിലോട്ട് ഇപ്പൊ മാമൻ തമ്പലം മോണ്ടിക്കണ്ട നമുക്ക് ലെഫ്റ്റ് ആവുണ്ടോ? നമ്മക്ക് പോണ്ടല്ലോ. ഇവിടെ ഇരിട്ടിയിൽ ആൾക്കാർക്ക് പോകുന്നത് ഇതിലൂട്ടാ. നമ്മക്ക് മമ്പറം വഴി അങ്ങ് എത്തിയില്ലേ. നമ്മള് റൈറ്റ് പോകണം. ഇവിടുന്ന് റോഡ് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം മോശമായിരുന്നു. ഇവിടെ അല്ല, അത് കൂട്ടുപുഴ ഇവിടെ നല്ലതാണ്. ഒരു കുണ്ടെന്ന് രണ്ടാമത്തെ കുണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കണം. ഭയങ്കര റോഡ് കേട്ടോ. ഇത് മല കൂട്ടുപുഴ മുതല് ഇളകാൻ തുടങ്ങിയതാ ഫുള്ള്. ഞാൻ പറഞ്ഞിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം ഈ റോഡ് ഏതോ റോഡ് മഹാമോശം. അന്നേരം ഇനിയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. കല്ലിപ്പൊളി റോഡ് എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ എന്നറിയാം. ഒന്നിനും കൊള്ളൂല. കളി പണിയായി. ഇത് എപ്പോഴും ശരിയാക്ക. മഴ കഴിഞ്ഞ് ശരിയായി കഴിഞ്ഞ ഭാഗ്യം. പെരുമ്പാടി ചെക്ക് പോസ്റ്റ്, മൈസൂർ 105 കിലോമീറ്റർ സ്ട്രെയിറ്റ്. ഗുണിക്കുപ്പ 12, മൈസൂർ 103 കിലോമീറ്റർ. റോഡ് വളരെ അവധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടുപുഴ മുതൽ ഇപ്പോൾ ഇവിടുത്തം വരെ ഫുള്ള് പോക്കാം. ഹോട്ടൽ ഗരുഡ റൂമെല്ലാം കിട്ടും. AC നോൺ AC റൂംസ്. ഗുണിക്കുപ്പ ടൗണ് ഫുള്ള് ഷോപ്പൊന്നും തുറന്നിട്ടില്ല രാവിലെ ആയതുകൊണ്ട്. ഹബ്ബ് വെച്ച് കുറേ ഉണ്ട്. അത് ആനിമൽ ക്രോസിങ് ഇല്ലാണ്ടാണ് ഇത്ര 1000 ഹബ്ബ് വെച്ചതെന്നാ തോന്നുന്നു. ടൈഗറിൻ്റെ ഫോട്ടോ എല്ലാം വെച്ചിട്ടുണ്ട് ഇവിടെ. വീണ്ടും ഒരമ്പ്. ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ അസൻ 90 കിലോമീറ്റർ. മൻസൂർ ഇനി 25 കിലോമീറ്റർ ഉണ്ട്. ചെറിയൊരമ്പലം. നമ്മളെ ഉൺസൂർ എത്താനായി. ഉൺസൂർ എത്തിയല്ലേ നമ്മളെപ്പോഴും ഭക്ഷണം കഴിക്കുന്ന സ്ഥലമില്ലേ, എന്നാ ആശീർവാദ് ഗ്രാൻഡ് അങ്ങനെ എന്തോ ഹോട്ടലാ. എനിക്ക് വിശക്കൊന്നുമില്ല. എനിക്ക് ഇത്ര രാവിലെ വിശക്കൊന്നുമില്ല. അവിടെ നമുക്ക് ഫുഡ് കഴിച്ചാൽ പിന്നെ നേരെ മൈസൂരിൽ നിന്ന് അങ്ങോട്ടും പിന്നെ എവിടെന്നെങ്കിലും ഒരു കോഫിയെല്ലാം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ 12:30 1 മണിക്ക് എത്തുന്നു വിചാരിക്കുന്നല്ലേ. അറിയില്ല. ഇപ്പം കൊറേ ലേറ്റ് ആയില്ലേ. നമ്മൾ ആ റോഡ് കാരണം എത്ര ലേറ്റായി.
സ്ലോയിലോ ഓട്ടിച്ചത്. ബോംബെയിലേക്ക് നാളെ പോകില്ല. ഊട്ടി സ്ട്രേറ്റ്, ബാംഗ്ലൂർ സ്ട്രേറ്റ്, സ്ട്രേറ്റ്, മൈസൂർ സ്ട്രേറ്റ്, നഞ്ചങ്ങോട് അതും സ്ട്രേറ്റാണ്. ഈ ഫ്ലൈ ഓവർ കയറ്റി കഴിഞ്ഞാൽ നേരെ മൈസൂർ സിറ്റിയിലേക്ക് പോകും. അങ്ങോട്ട് ഇവിടുന്ന് ബാംഗ്ലൂരില്ല, അതുകൊണ്ട് ഇവിടുന്ന് ലെഫ്റ്റ് അടിക്കണം. റെസ്റ്റോറൻറ്റ് ലൈറ്റൊന്നും കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ. കത്തിക്കോ രാത്രി കത്തിക്കുക. ഇന്നലെ കണ്ട പോസ്റ്റിനെല്ലാം റെസ്റ്റോറൻറ്റ് ലൈറ്റൻസ് ജെ.കെ. ടയറിന്റെ ഫാക്ടറി ഇൻഡസ്ട്രിയൽ ഏരിയ. ബാംഗ്ലൂർ ഹൈവേയിൽ കയറാണ്ട് നിങ്ങൾ ഏത് വഴിക്കാ പോകുന്നതിനാൽ നോക്കാം. എന്തായിട്ടും ചുറ്റിട്ട് എന്തായിട്ടും ഹൈവേ എത്തുമല്ലോ. അതിലോട്ടാ നമുക്ക് നോക്കാം. ഏതെല്ലാം റോഡെല്ലാം മാറി വന്നിട്ട് പുതിയ ഹൈവേയിലോട്ട് കയറാണ്ട് ഏതോ റോഡെല്ലാം മാറി വന്നിട്ട് ദാസൻ ഇങ്ങനെ പരത്തുന്നു, തപ്പുന്നു. എങ്ങനെയാ ഞാൻ ഹൈവേയിൽ കയറുക, എങ്ങനെയാ ഞാൻ ഹൈവേയിൽ കയറുക. വെറുതെ മൈസൂർ കറങ്ങി, ഒരു കാര്യമില്ല. അങ്ങനെ നമ്മളെല്ലാം കൂടി എക്സ്പ്രസ് ഹൈവേയിലെത്തി. ബാംഗ്ലൂർ 145, ശ്രീരംഗപട്ടണം 10 കിലോമീറ്റർ, ടോൾ റോഡ് സ്റ്റാർട്ട്. ഹൈവേന്ന് തിരിഞ്ഞു കളിക്കുന്നു. മൈസൂറിന്ന് ഹൈവേയിൽ കയറാണ്ട് മൈസൂരിന്ന് പഴയ റോട്ടിലോട്ടാ മൈസൂർ സിറ്റിന്റെ ഉള്ളിലോട്ടാ തിരിഞ്ഞു കളിക്കുന്നത്. ശ്രീരംഗപട്ടണം ലെഫ്റ്റ്. നെക്സ്റ്റ് എക്സിറ്റ് ഇല്ല, 18 കിലോമീറ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എക്സിറ്റ്. അതിന് മുമ്പ് ഒരു ഹോട്ടലുണ്ട് ലെഫ്റ്റ് സൈഡിൽ. അത് ഞാൻ എടുത്തില്ല. അത് എഴുതി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഹോട്ടലൊന്നും ഇല്ല. രക്ഷയില്ല, ഇവിടെ ഹോട്ടലൊന്നുമില്ല. ഇനിയിപ്പോൾ 18 കിലോമീറ്റർ കഴിഞ്ഞാൽ എക്സിറ്റ്. ആ എക്സിറ്റ് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കയറാൻ പറ്റില്ല. ഇനിയിപ്പോൾ 113 കിലോമീറ്റർ കഴിഞ്ഞാലേ നമുക്ക് ഇറങ്ങാൻ പറ്റും. ഒന്നുമില്ല, ഫുട്ബോൾ ഒന്നുമില്ല ഇവിടെ. അടിപൊളി. ആകാശം നോക്കിയ ടോൾ ബൂത്തിന്റെ മോളിൽ നോക്കി അടിപൊളി. ഇല്ല, ടോട്ടല് 3000 ഉറുപ്പ്യൻ്റെ അതിൽ 172 ബാക്കിയുണ്ട്. ഏകദേശം നമുക്കൊരു 2200ന്റെ മുകളിൽ പൈസ കട്ടായിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇതിപ്പോ ഇവിടെ എത്ര 175 ഉറുപ്പ്യ ഇവിടെ നോക്കാൻ ഇവിടെ കട്ടാവുമെന്ന്. 124 മണ്ഡ്യ 13 കിലോമീറ്റർ. മാണ്ഡ്യ 6 കിലോമീറ്റർ ലെഫ്റ്റ്. രാമനഗ്ര ഒരു ഹോട്ടലിൽ കൊണ്ടുവന്നിട്ട് നമുക്ക് വിശന്നിട്ട് കണ്ണു കാണുന്നില്ല. രാവിലെ ഹൊൻസൂർന്ന് ഒരു കാപ്പിയും ഉപ്മാവെല്ലാം തിന്നിട്ട് വന്നതാണ്. എന്നിട്ട് ഇപ്പം അനക്ക് വിശക്കുന്നു പറഞ്ഞിട്ട് ഇവിടുന്ന് വട തിന്നാനും ഒരു കോഫി കുടിക്കാനും വട സാമ്പാർ. ഇതെല്ലാം നിങ്ങൾ എവിടെയാണ് ഉണ്ടാക്കുന്നത്? നിങ്ങളെ അമ്മേൻ്റെ അടുത്ത് പോകുന്നുണ്ടെന്ന് വെച്ചിട്ട് അധികം മമ്പട്ട് എൻ്റെ അടുത്ത് എടുക്കണ്ട കേട്ടോ. നിങ്ങൾ 6 മാസത്തിൽ ഒരു പ്രാവശ്യം നിങ്ങളെ കുടുംബക്കാരുടെ അടുത്ത് പോക്കുള്ളൂ. ബാക്കി എല്ലാ പ്രാവശ്യവും നമ്മൾ തലശ്ശേരിയാണ് പോക്ക്. അത് മതി കേട്ടാ. പാവ 2 വട പ്രതീക്ഷിച്ചിട്ട് 1 വട തന്നത്, അത് സങ്കടമായിട്ട്.
അത്യാവശ്യം നാട്ടിൽ വന്നിട്ട് ആദ്യമായിട്ട് മസാല ദോശ ബാംഗ്ലൂർ. അങ്ങനെയുണ്ട്. ഒരു വട തിന്നതിന് ശേഷം വിശപ്പ് മാറാഞ്ഞിട്ട് ദൈവട വാങ്ങി കഴിക്കുന്ന ദാസം. പിന്നെ ഒരേ കയ്പന്. ഇന്ന് 3ാമത്തെ കയ്പ. ഇത് രാവിലെ 10:30 മണിയായിട്ട്. എനിക്കെന്റെ ദോശ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പക്ഷെ വട ഇഷ്ടപ്പെട്ടിട്ടില്ല. ദൈവട നല്ലതായിരുന്നു. സാധാ വടയില് കുറേ വാഷ്റൂം അടിപൊളി. ഒരാള് പോയി കഴിഞ്ഞാൽ ഫുൾ പെനാലിട്ട് നല്ല വൃത്തിയാക്കുന്നുണ്ട്, ക്ലീൻ ആക്കുന്നുണ്ട്. ബാത്റൂം ബാംഗ്ലൂർ മൈസൂർ ഹൈവേ തന്നെ അടിക എന്താ അടികന്റെ ഹോട്ടലാണ്. അടിക എന്തോ അടിക ഞാൻ നോക്കിയിട്ടില്ല. നല്ല ഹോട്ടൽ, ഭക്ഷണവും നല്ലതാ, ബാത്റൂമും നല്ലതാ. ഇതിലൂടെ പോകുമ്പോൾ നമുക്കിപ്പോ ഹൈവേയിൽ പോകുമ്പോൾ ഏറ്റവും വേണ്ടുന്ന സാധനം ബാത്റൂം. ടച്ച് ചെയ്തിട്ട് തന്നെയാണ് അവിടെ ഇറങ്ങി കയറാനും പറ്റും. പക്ഷെ ഭയങ്കര കോസ്റ്റ്ലി ആട്ടോ. അത്ര വലിയ ഒരൊറ്റ സിംഗിൾ വടക്ക് 55, സിംഗിള് ദൈവടക്ക് 85, ദോശക്ക് 150. ബാംഗ്ലൂർ 85 കിലോമീറ്റർ ബാക്കി കേട്ടോ. കൊല്ലൂരു മറ്റേത് ബാംഗ്ലൂർ കൊല്ലൂർ എക്സിറ്റ് 300 മീറ്റർ. അടിപൊളി കുന്നല്ലേ, മല 3 രണ്ടെണ്ണല്ലേ കാണുന്നുള്ളൂ. ഉള്ളിലായി ഈ നാട്ട് മൊത്തം മല തന്നെയാന്ന്. 48 കിലോമീറ്റർ. ഇതെല്ലാം മലകളാണ്. നല്ല രസമില്ല മല കാണാൻ. എന്ത് ഷേപ്പായിട്ട്, ഇത് ഷേപ്പ് നല്ല ഉരുണ്ടിട്ട് കുന്തോ എല്ലാത്തിനും ഓരോന്നിനെ സൂചിപ്പിക്കുന്ന ഈ മലകള് ഭയങ്കര എന്തെങ്കിലും പൊട്ടത്തരം. അതിനെപ്പറ്റി പഠിക്കണം, എന്നാലും മനസ്സിലാവും. പോയിട്ട് പഠിച്ചിട്ട് വാ. ഞാൻ പഠിച്ചോണ്ടല്ലേ ഞാൻ പറയുന്നത്. എന്നാ പിന്നെ പറ. ഓരോ മല വിട്ടിത്തരം പറയാതിരിക്കും ദാസ. ബിഡാഡി ഇൻഡസ്ട്രിയൽ ഏരിയ ലെഫ്റ്റിൽ താഴത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ബിഡാഡി ഇൻഡസ്ട്രിയൽ ഏരിയ ആയി. ഇവിടുന്ന് 12 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നൈസ് റോഡ് വഴി പോകേണ്ടി വരും. നമുക്ക് ഇലക്ട്രോണിക് സിറ്റിയിലല്ലേ പോകേണ്ടത്. നൈസ് റോഡ് കയറി പോവാം. ഇവിടുന്ന് ബാംഗ്ലൂരേക്ക് 50 കിലോമീറ്റർ ഉണ്ട്. KGI എയർപോർട്ട് 51, ഒസൂർ 58 കിലോമീറ്റർ ബാക്കിയുണ്ട്. അങ്ങനെ നമ്മളെ എക്സിറ്റ് 2ാമത്തെ ടോൾ പ്ലാസ എത്തി. അടിപൊളിയായിട്ട് നല്ല കോൺക്രീറ്റ് എല്ലാം ചെയ്തതിന്. പ്രത്യേകിച്ച് ടോൾ ബൂത്ത് എത്തുമ്പോൾ ഏറ്റവും നല്ലോണം കോൺക്രീറ്റ് ചെയ്തിട്ടേ ഇല്ല. നമ്മളങ്ങനെല്ലാം കുണ്ടിലെല്ലാം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഇവിടെ എത്തുമ്പോൾ റോഡ് കണ്ട എല്ലാം മറന്നു പോകും. നമ്മളിവിടുന്ന് 4.9 കിലോമീറ്റർ ബാക്കിയുണ്ട്. ലെഫ്റ്റിലോട്ട് പോയിട്ട് നമ്മൾ നേരെ നൈസ് റോഡ് കയറിയിട്ട് ഇലക്ട്രോണിക് സിറ്റി വഴി നമ്മൾ പോവും. രാജേശ്വരി കോളേജ് ഓഫ് എഞ്ചിനീയറിങ് ലെഫ്റ്റ് സൈഡിൽ. ഇവിടെ ഫുള്ള് രാജേശ്വരി കോളേജ് തന്നെ. റൈറ്റ് സൈഡിലും രാജേശ്വരി കോളേജ്. റൈറ്റ് സൈഡിൽ രാജേശ്വരി മെഡിക്കലിൻ്റെ ഇതാണ് രാജേശ്വരി മെഡിക്കൽ കോളേജ്. ലെഫ്റ്റ് സൈഡിലൊരു മെട്രോ സ്റ്റേഷനുണ്ട്. ഇവിടുന്ന് മുതലാണ് മെട്രോ സ്റ്റേഷൻ സ്റ്റാർട്ടാകുന്നതെന്ന് തോന്നുന്നു. ഇത് സ്റ്റേഷൻ, ഇത് ചാലാഘട്ട മെട്രോ സ്റ്റേഷൻ. 100 മീറ്ററിന് ലെഫ്റ്റ് പോകണം. അതായത് ഇതിലോട്ടേ പോകുന്നത്. നൈസ് റോഡ്. ആ ബസ്സും അതേപോലെയല്ലേ പോകുന്ന. ബസ്സിലോട്ട് പോകാനാണ്. എന്നിട്ട് ബസ് നേരെ എല്ലാ സിഗ്നൽ ഇപ്പം കാണുന്നില്ല. നേരെ ബസ് സ്റ്റാൻഡ് കയറും. തുംകൂർ റോഡ്. തുംകൂർ റോഡിൽ തന്നെ നമുക്ക് പോകേണ്ടത്. നൈസ് റോഡ്. ലെഫ്റ്റ് നൈസ് റോഡ്. നേരെ പോയ ബാംഗ്ലൂർ സിറ്റി. ബാംഗ്ലൂർ സിറ്റി കറങ്ങിയിട്ട് ഒസൂർ റോഡ്. നൈസ് റോഡിലെ ടോള്. ഇത് നമുക്ക് കട്ട പോളി. ഇത് നമുക്ക് ഒന്ന് കട്ടാൻ നൈസ് റോഡ് ടോള്. അങ്ങനെ നമ്മൾ നൈസ് റോഡിലേക്ക് കയറി. ഇനി സ്ട്രെയിറ്റ് നമ്മൾ 24 കിലോമീറ്റർ പോകണം നൈസ് റോഡിൽ. സമയം പോകണം.
കൈമാറേണ്ടി വരുന്നല്ല പറഞ്ഞത്, ജിഗിനി റൂട്ടിലേക്ക് വോക്കേരിയ മതി എന്ന് പറഞ്ഞു. ഫുൾ ബ്ലോക്ക് ആവുമല്ലോ, സാറ്റർഡേ ആയതുകൊണ്ട് റോഡ് മൊത്തം ബ്ലോക്ക് ആവുമല്ലോ. അതുകൊണ്ട് ആദ്യം ജിഗിനി കമ്പനിയാ, ഇൻഡസ്ട്രിയൽ ഏരിയ. ഇൻഡസ്ട്രിയൽ ഏരിയ ആടത്തേക്ക് ലൊക്കേഷൻ ഇടാൻ പറഞ്ഞിട്ടുണ്ട്. ഇതല്ല ഇപ്പൊ കാര്യമാണ്. അരമണിക്കൂർ നിങ്ങള് നമുക്ക് ലെഫ്റ്റിലാ പറയുന്നത് അല്ലേ? 100 മീറ്റർ ലെഫ്റ്റ്. ഇതില് യൂട്ടേൺ കാണിക്കുന്നത്. നമ്മളിപ്പോ എങ്ങനെയാ ലെഫ്റ്റാ? ഇനി മുമ്പോട്ടാണ് 50 മീറ്റർ കഴിഞ്ഞിട്ട്. 50 മീറ്റർ ഇതായിരിക്കൂലേ? ഇവിടെ കൂട്ടിയിട്ടുണ്ട്. അപ്പം മുമ്പിലോട്ട് പോയിട്ട് നമ്മളേതോ മെട്രോ സ്റ്റേഷൻ്റെ അടിയിലൂട്ടിയാക്കും എന്തല്ലോ സംഭവിച്ചിട്ടുണ്ട്. ഗൂഗിള് പറയുന്ന വഴിയിൽ നമ്മൾ പോകും. അത് എവിടെ എത്തുമെന്ന് കണ്ടറിയാം. ഇതാണ് നമ്മൾ വന്നായില്ലേ അത്. കുഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ സിറ്റിയെല്ലാം വിട്ടിട്ട് കുഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ചുറ്റി തിരിഞ്ഞ് പോകുന്നുണ്ട്. ഹൈവേ ബ്ലോക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ കറങ്ങി തിരിഞ്ഞ് എത്ര മണിക്കൂർ തിരിഞ്ഞ് നമ്മൾ ഒരു 1.5 മണിക്കൂർ ചുറ്റുന്നുണ്ടാവൂലേ? 1 മണിക്കൂർ ചുറ്റും. വളരെ മോശം. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. അധികം പോക്കല്ല. അതെന്നാ സംഭവം എന്ന് വെച്ചാൽ കോൺക്രീറ്റ് നടത്തുന്നുണ്ട്. ഇത്രയും പേരെ ഫിനിഷ് ആക്കിയിട്ട് ബാക്കി അതിന് ജോയിന്റ് ആക്കിയിട്ടില്ല. അതിന്റെ പ്രശ്നം അത് മാത്രമേ ഉള്ളൂ. വെറുതെ നിങ്ങൾ കർണാടക ഗവൺമെന്റിനെ പറഞ്ഞിട്ട് കിട്ടണ്ടേ? അല്ല, കർണാടകയിൽ ഇപ്പൊ അധിക റോഡും ചെറിയ പോക്കറ്റ് റോഡൊക്കെ പോക്കാം. ഫണ്ടിങ്ങിൽ നല്ല ഉണ്ടായിരുന്നു. പക്ഷെ ഹൈവേസ് എല്ലാം നല്ലായിരുന്നു. ചെറിയ പോക്കറ്റ് റോഡ് നിറയെ പ്രശ്നങ്ങളുണ്ട്. ഇംഗ്ലീഷിൽ എഴുതി വെക്കൂല. കന്നഡയില് ജിലേബി വരച്ചിട്ട മാതിരി വരച്ചിട്ട് കന്നഡ എന്താ പറയണ്ട, എഴുതാനും വായിക്കാനും അറിയില്ല. ജിഗിനി ഇൻഡസ്ട്രിയൽ ഏരിയ. ഇവിടുന്ന് 17 കിലോമീറ്റർ. അങ്ങനെ നമ്മൾ പിന്നെ ഏതോ കാവിൻ്റെ ഉള്ളിലേക്ക് കയറി. നല്ല മഴക്കാറുണ്ട്. എന്തായാലും മഴ പെയ്യാനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട്. മെയിൻ റോഡ് ബ്ലോക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ചുറ്റിപ്പിടിച്ചത്. ഇപ്പോൾ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെ ഡ്രൈവർ ദാസേട്ടൻ. വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്ട് എടുക്കേണ്ട പരിപാടിയാണ്. വാട്ടർ ടാങ്ക് ഉണ്ട്, റോഡ് സെറ്റായി. അവിടെ നീല പച്ച മറ്റേത് വീട് ഒരാളെ സ്ഥലത്തിന്റെ അതിർത്തിക്കല്ല്. അതായത് ഇതെടുക്കണ്ടിട്ട് റോ ഹൗസ് എടുക്കണ്ടിട്ടില്ല. വലിയ ഇതാണ്. കണ്ട എത്ര വലിയ മുമ്പിലുള്ള റോ ഹൗസ് കാണുന്നുണ്ട്. ഏതാ അതേമാതിരി എടുക്കേണ്ടതാണ്. ഉള്ള ബിൽഡിങ് വെക്കാൻ പറഞ്ഞ ഫോട്ടോണ്ട് ആ വയറോട്ട് ആരെ വയറാടാ എനിക്ക് വന്നു. അങ്ങനെ നമ്മള് ഇനി എത്ര മിനിറ്റ് ഉണ്ട് ദാസു? 16 മിനിറ്റ്. 6 കിലോമീറ്റർ ഉണ്ട്. 6 കിലോമീറ്റർ 16 മിനിറ്റ് കാണിക്കുന്നു. ചേതനഹള്ളി റോഡ്. പക്ഷെ ഓള് സ്കൂട്ടറിലാവും. മാസം മുമ്പേ ഉള്ളതാ. ഇപ്പൊ നാട്ടിൽ വന്നിട്ട് എല്ലാം കൂടി കാണിക്കൂലേ നമ്മള്. കാണിച്ചു കഴിഞ്ഞാൽ കറക്റ്റ്. അത് അതൊക്കെ നല്ല ഉറപ്പുണ്ട്. ഉള്ള പഴംപൊരി ഉള്ള അത് ഇതുപോലെ തിന്നിട്ട് ഇനി തിന്നാണ്ട് നോക്കിയിട്ട് നടന്നിട്ടൊന്നല്ലോ. കൊടിമര അമ്പലം കാണുന്നു. ഇവിടെ എല്ലാം കന്നഡ എഴുതിയില്ലേ?
വരുത്തുണ്ട് പറഞ്ഞു പറിക്കാൻ ഫുള്ള് പൂക്കളാണല്ലോ. ഫുൾ റോസ്. അപ്പുറം വേറെ എന്തോ അപ്പുറം കാണുന്നു മഞ്ഞ ജമന്തി വെള്ള ജമന്തി. വെള്ള ജമന്തി ആ അങ്ങ് ഇത് മഞ്ഞ. പറിക്കാൻ പറ്റുമോ? ഇറങ്ങാൻ പറ്റുമോ? ഇറങ്ങിയിട്ട് വീഡിയോ എടുക്കാം. നമ്മൾ എത്താനായി 850 മീറ്ററും 2 മിനിറ്റും. ജമന്തി ജമന്തി ജമന്തി. എന്താ ജമന്തിന്റെ ഹൈറ്റ് നോക്ക്. എത്ര ഹൈറ്റ് ഉണ്ടാവും ജമന്തി. സൗരവ് നമ്മളെയും കാത്തു വെക്കുന്നുണ്ട്. എത്ര നേരമായി എന്നറിയാമോ അവന് നമ്മളെ ഫോളോ ചെയ്യുന്നത്. അത് മദ്രാസ് ബാംഗ്ലൂർ എക്സ്പ്രസ്. കുറെ നേരമായി പാവൻ നമ്മളെ കാത്തു വെക്കുന്നു. ചോറ് വരെ വന്നിട്ടുണ്ടാവില്ല. സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് നടന്നു പോയി. എടാ സൈഡെല്ലാക്കി വെക്കണ്ടേ? അങ്ങനെ ബാക്കിൽ ഡിക്കിയിൽ സാധനം വെക്കാണ്ട് ഫുൾ ബാക്കിൽ ഇതിനൽ സാധനം നിറച്ച് വെച്ചത് കൊണ്ട് ഒരാൾക്ക് ഇരിക്കാൻ പറ്റിയില്ല. ഇവനിങ്ങനത്തെ പൊട്ടത്തരല്ലേ ചെയ്തു. ലെഫ്റ്റ് എടുക്കുക, ഡെഡ് എൻഡ് എടുക്കുക, എന്നിട്ട് റൈറ്റ് എടുക്കുക. ഓക്കെ, അവസാനത്തെ ചുമര് ഡെഡ് എൻഡ് എന്നിട്ട് റൈറ്റ് എടുക്കുക. അതാണ് ഓള് പോകുന്നത്. അതായത് ഒരു പെണ്ണുങ്ങൾ പോകും. അതാ ഡി ബ്ലോക്ക്. അവിടെ മിന്നും അമ്മയും ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഡിയിലെ ഡി ബ്ലോക്ക്. ഇതാണ് മരുവോള ഭർത്താവ് പ്രണവ്. വെയിറ്റ് ചെയ്തിട്ട് പെങ്ങളും മരുവോനും മരുവോള ഭർത്താവെല്ലാം വെയിറ്റ് ചെയ്ത് കാത്തുനിൽക്കുന്നു. ഞങ്ങൾക്ക് ഇത്ര നേരമായിട്ട് ഇവിടെ എത്താനായിട്ടില്ല എന്നിട്ട് കാത്തുനിൽക്കുന്നത് വെച്ചു. ഉറക്കത്ത് കാണാൻ ഉറങ്ങി എണീച്ചതാന്ന് പറഞ്ഞിട്ട് ക്യാമറയിൽ നിന്ന് ഓടി നടക്കുന്ന പ്രണവ്. ഉറങ്ങി ഉറക്കത്തില്ല. വണ്ടർഫുൾ. വാ നമ്മൾ നാളെ രാവിലെ 5 മണിക്ക് ഇവിടുന്ന് ബോംബെയിലേക്ക് പോകും. നമ്മൾ ആക്ച്വലി 2-3 ദിവസം നിൽക്കാൻ നമ്മളോട് അമ്മയെല്ലാം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിനെല്ലാം സമയമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം പോവാണ്. അതിനവർക്ക് വിഷമമുണ്ട്. ട്രിപ്പ് അടിക്കാം. ഇവിടുന്ന് ഡയറക്റ്റ് നമുക്ക് 5 മണിക്ക് വിട്ട് കഴിഞ്ഞാൽ രാത്രി 10-11 മണിക്ക് എത്തുമായിരിക്കും. ബോംബെയിലൊന്നും പ്രശ്നമൊന്നുമില്ലെങ്കിൽ എത്തുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അവർക്കതിൽ ഭയങ്കര സങ്കടമുണ്ട്. മോനെ ഒന്ന് കണ്ട് വർത്താനം പറയാൻ വരെ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഒരു സങ്കടമുണ്ട് അവർക്ക്.